കാലിക്കറ്റ് സർവകലാശാല ഇന്റർ സോൺ കലോത്സവത്തിനിടെ തർക്കം. SFI പ്രവർത്തകരെ MSF പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് UEC നിഹാൽ റഹ്മാന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മോഹിനിയാട്ടത്തിന് ലോട്ടെടുത്തതിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിയതാണ് മർദ്ദിക്കാൻ കാരണമെന്നാണ് നിഹാൽ റഹ്മാന്റെ പരാതി. നിഹാൽ അപമര്യാദയായി പെരുമാറിയെന്ന് കാട്ടി യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവർ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. സോണൽ കൃഷയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ കൃഷ, കലോത്സവം ഒടുവിൽ കായികോത്സവമായി മാറിയോ? എന്താ സംഭവം? അരുൺകുമാർ, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇന്റർസോൺ കലോത്സവം, യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവം കോട്ടക്കലിലാണ് നടന്നു വരുന്നത്. പക്ഷേ യാതൊരു സംഘർഷമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല ഭംഗിയായി മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ മാറ്റുന്ന വിധം ഇന്നലെ അവിടെ ഒരു സംഘർഷമുണ്ടായി എന്നുള്ളതാണ്. SFI MSF സംഘർഷമായി പിന്നീട് അത് പരിണമിക്കുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. മോഹിനിയാട്ടത്തിൻ്റെ ലോട്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പിന്നീട് ഒരു സംഘർഷത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മലബാർ ക്രിസ്ത്യൻ കോളേജ്, കോഴിക്കോടുള്ള കോളേജാണ്, അവിടുത്തെ UUC ഇതുമായി ബന്ധപ്പെട്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് കോഴിക്കോട് ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ഒന്നാമത്തെ ലോട്ട് കിട്ടിയത്. പക്ഷെ അകാരണമായി ആ ലോട്ട് അവസാനത്തേക്ക് മാറ്റിവെക്കുന്നു. ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിലാണ് തന്നെ മർദ്ദിച്ചത് എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത്. ഇയാളുടെ പരാതിയിൽ വേങ്ങര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെ SFI പ്രവർത്തകരും പരാതി കൊടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ, അതായത് തങ്ങളോട് അപമര്യാദയായി ഈ വ്യക്തി UUC പെരുമാറിയെന്ന് കാട്ടിക്കൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ SFI പ്രവർത്തകർക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഭംഗിയായി നടക്കേണ്ട കലോത്സവങ്ങളാണ്, ഇന്റർസോൺ കലോത്സവങ്ങളാണ്. പക്ഷേ അതിൽ ഇത്തരം സംഭവങ്ങൾ പാടെ മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. സംഘർഷങ്ങളിലേക്കൊന്നും തന്നെ പോകാൻ പാടില്ല. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ളതാണ് യൂണിയൻ ഭാരവാഹികളും ഉറപ്പ് നൽകിയിട്ടുള്ളത്. അരുൺകുമാർ, താങ്ക് യു. സോണൽ കൃഷിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കലോത്സവം വൃത്തിയായിട്ട് പോവുക, പരാതിക്കുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പരിഹരിക്കുക, അതിനെ വെറുതെ ഒരു കലാപോത്സവമാക്കി മാറ്റരുത്. എങ്കിലും ഇക്കുറി ഭേദമുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണയൊക്കെ ആയിരുന്നു അടിയോടടിയാണ്. ഒരു സോണിൽ കഴിയുമ്പോൾ അടുത്ത സോണിൽ തുടങ്ങും.